വലുതല്ലേ വേണ്ടേ? രണ്ട് 550. രണ്ട് 400. ഇത് നമ്മുടെ കോഴിക്കടയാണ്. ഞായറാഴ്ചയൊക്കെ തിരക്കുണ്ട്, പന്നിയും പോത്തൊക്കെ ഉള്ളതുകൊണ്ട്. പക്ഷെ എനിക്ക് കൊല്ലാൻ പേടിയാണ്. അത് ചേട്ടൻ കൊന്നിടും. നന്നാക്കി കാണിച്ചു തരാം. നമ്മുടെ മട്ടക്കത്തി എന്ത് ചേട്ടാ? കുഞ്ഞിക്കത്തി മട്ടന്തി ഇതെടുക്കട്ടെ. അത് വെച്ച് കുറച്ച് കുറവുമല്ലോ. ഇത് ഞങ്ങൾക്ക് ഡോഗ് ഉണ്ടെന്ന് എല്ലാവർക്കും തന്നെ അറിയാമല്ലോ. അപ്പോൾ ഈ ഫാമിൽ നിന്നൊക്കെ ഇങ്ങനെ വേനക്ക് ഒത്തിരി ഇങ്ങനെ ചട്ട കോഴീനെയൊക്കെ കിട്ടും. അപ്പോൾ അന്നേരം ഇങ്ങനെ നന്നാക്കി ചേട്ടൻ നന്നാക്കണ കണ്ടുകൊണ്ട് അങ്ങനെ നന്നാക്കി പഠിച്ചതാണ്. ഇപ്പം അത് ദൈവം അതുകൊണ്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കോഴിക്കട തുടങ്ങിയപ്പോൾ ഇതിങ്ങനെ നന്നാക്കാൻ പഠിച്ചു. എല്ലാവരും അത്രയും പുള്ളിയുടെ അത്ര നന്നാക്കി എടുക്കുകയൊന്നുമില്ല. അങ്ങനെ പൊളിച്ച് പറ്റുന്ന സ്പീഡിലൊന്നും അറിയില്ല. എന്നാലും ഞാൻ നന്നാക്കും. അപ്പം ഞായറാഴ്ച ദിവസം മാത്രമേ ഞാൻ കൂടുള്ളൂ. അല്ലാത്ത ദിവസമൊക്കെ എനിക്ക് ഷോപ്പിൽ പോകണമല്ലോ. അപ്പം അതുകൊണ്ട് ഈ മറ്റേ പന്നിയും പോത്തൊക്കെ ഉള്ളതുകൊണ്ട് അത് ഞാനവിടെയും കൂടും. എനിക്ക് അത്ര എക്സ്പാർട്ടൊന്നും അല്ല ഞാൻ. എന്നാലും ഒരെണ്ണം പൊളിച്ച് കാണിച്ചു തരാം. നിങ്ങൾ എത്ര ആണുങ്ങളും ഇങ്ങനെ കോഴീനെ പൊളിക്കുന്നൊന്ന് കാണാമല്ലോ. പക്ഷെ കൊല്ലാൻ മാത്രം എനിക്ക് ഇച്ചിരി പേടിയാണ്. ഇപ്പം ഞാനിനി ചെയ്യണ പോലെ തന്നെ പകുതി ആണുങ്ങൾക്ക് പോലും അറിയില്ല കോഴി പൊളിക്കാൻ. അറിയാവുന്നവരൊക്കെ ഇങ്ങനെയാണോ പൊളിക്കണേന്നൊന്ന് പറയണേ, കമൻ്റ് ഇടണേ. എന്തെങ്കിലും കമൻ്റ് ഇടണം. എന്നാലല്ലേ എനിക്ക് അത് എങ്ങനെയാണെന്ന് തിരുത്താനൊക്കെ പറ്റുള്ളൂ. നെഗറ്റീവ് ആണെങ്കിലും അത്ര അങ്ങോട്ട് മുറിക്കാൻ വിലക്കുറവുണ്ട്. ഇങ്ങനെയൊക്കെയാണ് നിങ്ങളും എല്ലാവരും കോഴി പൊളിക്കണേന്നൊന്ന് പറയണം കേട്ടോ. പകുതി ആണുങ്ങൾക്ക് പോലും ഇങ്ങനെയൊന്നും നന്നാക്കാൻ അറിയാൻ പാടില്ലെന്നാണ് എൻ്റെ വിശ്വാസം.
കോഴി നന്നാക്കി ഇങ്ങനെ വൃത്തിയാക്കി ഒക്കെ കൊടുക്കണം. എല്ലാ കടയിലൊന്നും അങ്ങനെയില്ല. ഞങ്ങളൊക്കെ മേടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ ആൾക്കാരിങ്ങനെ വെള്ളത്തിലൊന്നും ഇട്ട് കഴുകി വൃത്തിയാക്കിയൊന്നും അല്ലായിരുന്നു തന്നുകൊണ്ടിരുന്നത്. അപ്പം ഞങ്ങൾ നല്ല വൃത്തിയാക്കി കഴുകി അതിൻ്റെ ചോരയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കാൻ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്കിവിടെ നാട്ടിൻ പ്രദേശമാണെങ്കിൽ പോലും ഇത് ശരിക്കും കാവക്കാടാട്ടോ. കാവക്കാടെന്ന് ശരിക്കും ഞങ്ങളുടെ സ്ഥലം. പക്ഷേ നാട്ടുപ്രദേശമാണെങ്കിലും അത്യാവശ്യം കോഴിയൊക്കെ ടൗണിൽ പോകുന്നതിനേക്കാളും കൂടുതൽ പോകുന്നതാണ് അല്ലേ. അത് നന്നായിട്ട് കോഴിയെ തീറ്റി പോകുന്നില്ല. ഇങ്ങനെ നന്നായിട്ട് വൃത്തിയാക്കി കഴുകി ഇങ്ങനെയാണ് കൊടുക്കണം. ഇതിൻ്റെ ഈ സംഭവമൊക്കെ ഉണ്ടോ, ഇതിൻ്റെ ലിവർ ഇവിടെ ഒരു ഇങ്ങനെ കയ്പ്പയുണ്ട്. ഇതിന് കയ്പ്പാന്നല്ലേ കേട്ടോ പറയണേ. ഈ കയ്പ്പയൊക്കെ ഇങ്ങനെ പൊട്ടിക്കാണ്ട് ഇട്ട് ഇങ്ങനെ വൃത്തിയാക്കി ഇതെല്ലാം ഞങ്ങളിങ്ങനെ കഴുകി വൃത്തിയാക്കി കേട്ടോ കൊടുക്കുള്ളൂ. പിന്നെ ഈ സാധനമൊക്കെ എൻ്റെ പേരെന്നാണ് അതൊന്നും ചോദിച്ചാൽ എനിക്ക് അറിയില്ല. പക്ഷേ ഈ സാധനമൊക്കെ എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര അറപ്പായിരുന്നേ. പിന്നെ ആയിട്ട് ഞങ്ങളങ്ങനെ പട്ടിക്ക് കൊടുക്കാൻ നേരത്ത് ഞങ്ങളിതൊന്നും എടുക്കാറില്ല. അപ്പോൾ ഞാൻ കട തുടങ്ങിയ സമയത്ത് ഞാൻ ഓർമ്മ ചുമ്മാ ഞങ്ങൾക്ക് വേണ്ടി പൊളിച്ചതാണ്. അപ്പോൾ ആദ്യം എനിക്കൊരു അറപ്പായിരുന്നു. ഇപ്പോൾ ജീവിക്കാൻ വേണ്ടിയല്ലേ. അപ്പോൾ അറപ്പൊക്കെ അങ്ങ് മാറി. പിന്നെ കുറേയൊക്കെ പൊളിച്ച് തിരക്കൊക്കെ ഉള്ള സമയത്ത് ഞാൻ കുറച്ച് ഓവറായിട്ട് പൊളിച്ച് എൻ്റെ കൈയൊക്കെ അങ്ങനെ ചീത്തയാവും. അത് എല്ലാവരും തന്നെ പറഞ്ഞ് കോഴിയുടെ അലർജി ആയിരിക്കും എന്ന് പറഞ്ഞു. ഇതോടെ പൊളിച്ചിട്ട് കഴിഞ്ഞിട്ട് ഇതുണ്ടോ, ഇതൊക്കെ 2 കോഴിയാണ് ഒരാൾ പറഞ്ഞു നോക്കുന്നത്. ഇതോടെ പൊളിച്ച് കാണിച്ചു തരാം. ഇതാണ് തല. ഈ കോഴിയുടെ തലയും കാലൊക്കെ ഞങ്ങൾ പട്ടിക്ക് കൊടുക്കാൻ വേണ്ടി എടുക്കും. ഞങ്ങൾ പട്ടിക്ക് കോഴിയുടെ തലയും കാലും ശരിക്കും വേവിച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് അരി റേഷൻ കടയിൽ നിന്ന് അരി മേടിച്ച് ഇതുണ്ട്. ഇത് നല്ല കാലം. പിന്നെ നന്നായിട്ട് തന്നെ എനിക്ക് സ്പീഡ് കുറവാണെന്നുള്ളൂ. ഇതൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്കുകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആൾക്കാർ പറയണം കേട്ടോ. എനിക്ക് അപ്പുറം കൂടി ഇതല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ പുള്ളി പൊളിക്കണ പോലെ പുള്ളി ഒറ്റയ്ക്ക് നല്ല സ്പീഡിൽ പൊളിച്ചെടുക്കും. എനിക്ക് അത്ര അങ്ങോട്ട് മരുന്നായില്ലല്ലോ. എന്നാലും ഞാൻ ഇങ്ങനെ തന്നെ ഇച്ചിരി പാടൊക്കെയാണ്. ഞാൻ പിന്നെ ഭയങ്കര ശക്തിമാനായതുകൊണ്ട് ശക്തിമാൻ പറഞ്ഞത്. പിന്നെ ഇപ്പം എൻ്റെ കടയുടെ ഓപ്പോസിറ്റ് വലിയൊരു ചായക്കടയുണ്ട്. ആ ചേട്ടനടുത്ത് തന്നെ തന്നെ അവിടെ മറിച്ച് ആൾക്കാരിങ്ങനെ നോക്കണ്ട കേട്ടോ. അതിപ്പോൾ വീഡിയോ പിടിച്ച് കാണിക്കാത്തതാണ്. ഞാൻ പൊളിക്കണത് എല്ലാവരും തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കും. ഞാനിങ്ങനെ കേട്ടോ കോഴി പൊളിക്കുന്നത്. അപ്പോൾ അറിയാവുന്നവരൊക്കെ കണ്ടു കഴിയുമ്പോൾ ഇങ്ങനെ പൊളിക്കണമെന്നൊരു എന്തെങ്കിലും ഒരു കമൻറ്റ് നെഗറ്റീവാണെങ്കിലും എനിക്കത് കുഴപ്പമില്ല. എന്നാലേ വേസ്റ്റ് ഞങ്ങൾ അന്നേരം എടുത്ത് പാത്രത്തിക്കടി ആക്കും. അല്ലെങ്കിൽ പിന്നെ അത് ഭയങ്കര പാടായി വരില്ലേ. ഒത്തിരി സ്ഥലം ഇതിനകത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി തന്നെ കൊടുക്കണം കേട്ടോ. അതുകൊണ്ട് ആരും തന്നെ കുറ്റമൊന്നും പറയില്ല. ആരും കുറ്റം പറയാറില്ല. ഞങ്ങളതുപോലെ നന്നായിട്ട് തന്നെ കൊടുക്കണം. ഇത് ശരിക്കും കാവക്കാട് കവല തന്നെ. ഇങ്ങനെ ഞങ്ങളിങ്ങനെ വട്ടാട്ടോ പൊളിച്ചെടുക്കണേ. ചില ആൾക്കാരിങ്ങനെ വയറിൻ്റെ നീട്ട ഭാഗത്തല്ലേ പൊളിച്ചെടുക്കണേ. ഞങ്ങളിങ്ങനെ വട്ട പൊളിച്ചെടുക്കുന്നത്. ഇങ്ങനെ കഴുകി വൃത്തിയാക്കി ഇതിൻ്റെ ഈ ബ്ലഡ് നോളയൊക്കെ വന്നിരിക്കുന്ന ഭാഗം നന്നായിട്ട് കഴുകിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് ഇങ്ങനെ എനിക്കിത് വലിച്ചെടുക്കാൻ അറിയില്ലായിരുന്നു. അപ്പോൾ എൻ്റെ ചേട്ടനാ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്താൽ മതിയെന്ന്. കണ്ടോ, ഇച്ചിരി ബുദ്ധിമുട്ടാണ് പൊട്ടി പോകാണ്ടൊക്കെ. അതിൻ്റെ ആ
ലിവറൊക്കെ പൊട്ടി പോകാണ്ട് നമ്മൾ എടുക്കണം. അപ്പോൾ ആദ്യമൊക്കെ ഞാനത് നന്നാക്കുമ്പോൾ ലിവറൊക്കെ പൊട്ടി പോകാറ്. ഇപ്പം എനിക്ക് പേടിയാണ്, നമ്മൾ വലിയവർക്കും കൊടുക്കാനുള്ള സാധനമല്ലേ. ഇതുപോലെ ഞങ്ങൾ കഴുകി നന്നായിട്ടാണ് കൊടുത്തത്. ഇപ്പം ഇതുണ്ടോ, ഇതൊക്കെ എടുത്ത് നന്നായിട്ട് ലിവറൊക്കെ കണ്ടോ, ബ്ലഡ് ഭയങ്കരമായിട്ട് ഇതുള്ളതുകൊണ്ട് അത് കഴുകി. ഈ സാധനം ഇങ്ങനെ പൊളിക്കണ്ട, ഇങ്ങനെ ഇതുണ്ടോ, ഇത് സൂക്ഷിക്കണം. കൈ തെന്നി കത്തി കൊണ്ട് നമ്മുടെ കയ്യിൽ അത് മുറിക്കുമ്പോൾ തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഇത് പൊളിക്കണേന് ഒരു മരുന്നുണ്ട്, അത് എനിക്ക് അത്ര അറിയില്ല. പുള്ളിയാണെങ്കിൽ അത് ഒറ്റ ഇതിൽ വലിച്ചു പൊളിച്ചെടുക്കും. എനിക്ക് അത്ര അങ്ങോട്ട് അറിയില്ല. ഇതിങ്ങനെ നന്നായിട്ട് പൊളിച്ചാൽ കിട്ടും, ഒറ്റയടിക്ക് പൊളിക്കാൻ കിട്ടുക. പക്ഷെ ഞാനത് എനിക്കത്ര മരുന്നില്ലാത്തതുകൊണ്ടാണ് അതാണ്. ഇതുണ്ടോ, ഇതിങ്ങനെ പോകുന്ന സാധനം അത് ശരിക്കും വൃത്തിയായിട്ട്. പക്ഷെ ഇതുണ്ടോ, ഇതിങ്ങനെ ഇത് ശരിക്കും കാണാൻ പറ്റണില്ലേ. ഇങ്ങനെ കളഞ്ഞ് ഇതെല്ലാം ഞങ്ങൾ വാരി പറക്കി നമ്മൾ ഇട്ടിട്ടാണ് കോഴി വെട്ടാൻ നിൽക്കുള്ളൂ. അതെന്നാന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു കഷ്ണം ഇവിടെയൊക്കെ ചാടിപ്പോയാൽ പിന്നെ അത് മോശമല്ലേ. അത് പകുതി ആൾക്കാരും വന്നു മേടിക്കുന്നവരല്ല, എല്ലാവരും തന്നെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞ് ഞങ്ങൾ തന്നെ കൊണ്ടു കൊടുക്കും കേട്ടോ. ഇനി പ്രത്യേകിച്ച് പൈസയോ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾ മേടിക്കാറില്ല, വണ്ടിക്കാശ്. എല്ലാവരും തന്നെ വിളിച്ച് പറയും. അപ്പം അങ്ങനെ ഞങ്ങൾ കൊണ്ടു കൊടുക്കുന്നതാണ് സംഭവങ്ങൾ. അതിന് നമുക്ക് അങ്ങനെ എന്താ പറയണ, പൈസയ്ക്ക് വേണ്ടിയല്ല നമ്മൾ വണ്ടിക്കാർ കൊണ്ടു കൊടുക്കുന്നത്. ഇറച്ചി ഞങ്ങൾ ജീവിക്കാൻ വേണ്ടിയാണ്. പക്ഷെ നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തി നല്ലതും ആയിരിക്കണം, വൃത്തി മെനയായിരിക്കണം, സത്യസന്ധതയായിരിക്കണം. എന്ന് വെച്ചാൽ ഞങ്ങൾ കറക്റ്റായിട്ട് തന്നെ തൂക്കം പറയും. അങ്ങനെയൊക്കെ കണ്ടോ, ഇങ്ങനെ ഇച്ചിരി വലുതായിട്ട് വെട്ടണമെന്നല്ല ഏട്ടാ പറഞ്ഞേക്കണേ. ഇച്ചിരി വലുതായിട്ട് വെട്ടണമല്ല, ഇങ്ങനെ രണ്ടായിട്ട് വെട്ടിയാതെയോ. ഇന്നിപ്പോൾ കോഴി പറഞ്ഞേക്കണവർ ഞങ്ങളുടെ അടുത്ത് ഡെയിലി അല്ല, ആഴ്ചയിൽ ഒരു 3 തവണ ഒരു 15 കോഴിയെങ്കിലും അവർ മേടിക്കും അല്ലേ. അവരൊക്കെ ഞങ്ങളിങ്ങനെ അവരിങ്ങനെ വിളിച്ച് പറയുള്ളൂ. നമ്മൾ കറക്റ്റായിട്ട് തൂക്കം പറഞ്ഞ് കറക്റ്റായിട്ട് അവരെ വീട്ടിൽ എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ പ്രാവശ്യം അവരിച്ചിരി വലുതായിട്ട് വേണമെന്ന് പറഞ്ഞു. ഇത്ര വേണ്ടല്ലോ, ഇച്ചിരി ചെറുതാക്കട്ടെ. അപ്പോൾ അത് ഇങ്ങനെയൊക്കെയാണ് വെട്ടണം. നിങ്ങളൊക്കെ ഇങ്ങനെയാണോ ചെയ്യണേന്ന് ഒന്ന് പറയണേ. ഇതുണ്ട്, ഇതിൻ്റെ നെയ്യാട്ടോ ഇത്. എല്ലാവരും ഇങ്ങനെയാണോ കോഴി നന്നാക്കി വെട്ടി കൊടുക്കണേ, അത് ആൾക്കാർ വീട്ടിൽ കൂടെ കൊണ്ടേ കൊടുക്കും. ഞങ്ങളിവിടെ എല്ലാം തന്നെ വീട്ടിൽ കൊണ്ടേ കൊടുക്കും കേട്ടോ. എല്ലാവരും തന്നെ വിളിച്ച് പറയുക ഞങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കും. ഇത് എൻ്റെ അടുത്ത് കാണിച്ചു തരാം മൊത്തം. ഇന്ന് ഇച്ചിരി ഇങ്ങനെയല്ല കേട്ടോ, ഇന്നിപ്പോൾ ഇച്ചിരി വൃത്തിയായിട്ട് വെട്ടണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ. നല്ല വൃത്തിയല്ല, ഇച്ചിരി വലുതായിട്ട് വെട്ടണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്. 2 കോഴി സെപ്പറേറ്റ് അല്ലേ ഏട്ടാ ആക്കി കൊടുക്കേണ്ടത് നമ്മൾ. കടയിൽ ഒത്തിരി ആൾക്കാരുണ്ട്. രാവിലെ ഈ സമയമാകുമ്പോഴേ ഞായറാഴ്ച ആയതുകൊണ്ട് ആരും തന്നെ പണിക്ക് പോകില്ലല്ലോ. ഇവിടെ ഉള്ളവർ ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാരാണ് മൊത്തം. അപ്പോൾ അവർ ചായക്കട വന്ന് ചായ കുടിക്കും. പിന്നെ ഞായറാഴ്ച ദിവസം ഞാനും ഇവിടുന്ന് ചായ കുടിക്കും കേട്ടോ. ഇനിയിപ്പോൾ ഞങ്ങളിനി ഉച്ച കഴിഞ്ഞിട്ട് വീട്ടിൽ കയറി പോകുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ദോശയൊക്കെ ചുട്ടുകൊണ്ട് വന്നു. ഞാൻ 2 ദോശയും ഒരു ചായയൊക്കെ കുടിക്കും കേട്ടോ. ഇനി അടുത്തത് വെട്ടാണ്. ഇത് ചീത്ത കേട്ടോ, ഇത് ഞങ്ങളങ്ങനെ കൊടുക്കാറില്ല. എല്ലാവരും ഇങ്ങനെയാണോ ചെയ്യുന്നതെന്ന് ഇത് പറയുന്നത്. എനിക്കത് കറക്റ്റായിട്ട് അറിയില്ലല്ലോ. ഞാനിവിടെ ചേട്ടൻ
ചെയ്യണം കണ്ടുകൊണ്ട് പഠിച്ചതാണ്. നമ്മുടെ ആവശ്യമല്ലേ, അപ്പം നമ്മൾ ചെയ്തു പോവും. എന്നുവെച്ചാൽ ഈ രാത്രിയിലൊക്കെ കോഴി കിട്ടണോണ്ടേ പുള്ളി 12 മണി വരെയൊക്കെ 10-30 കോഴിയൊക്കെ ഈ വേനയ്ക്ക് ചത്തുപോകും. അപ്പോൾ അന്നേരം പിന്നെ 10 നേരം പുള്ളി ഇത് നന്നാക്കുമ്പോൾ നമുക്ക് പാവം തോന്നുമല്ലോ. അപ്പോൾ അന്നേരം ഞാനും ചുമ്മാ ഇങ്ങനെ തല കണ്ടിച്ചു കൊടുക്കാനും കാല് കണ്ടിച്ചു കൊടുക്കാനൊക്കെ ആയിട്ട് നിൽക്കും. അപ്പോൾ അങ്ങനെ പഠിച്ച് എന്നാ പറയണേ, നമുക്കും എല്ലാവർക്കും ജീവിക്കണ്ടേ അല്ലേ. ഇങ്ങനെ ആരും കളിയാക്കൊന്നും ചെയ്യരുത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ പുള്ളി അവിടെ ഇറച്ചിയൊക്കെ നുറുക്കണമുണ്ട്, ഞാനും ചെയ്യും. പക്ഷെ ഞാൻ കൊല്ലാനും കൂടി പഠിക്കും, ഞങ്ങളുടെ ആവശ്യമല്ലേ. ഇതിപ്പോൾ പെണ്ണുങ്ങളൊന്നും അങ്ങനെ ഒത്തിരി ചെയ്യണേ ആയിരിക്കില്ല, പക്ഷെ പെണ്ണുങ്ങളല്ല ആണുങ്ങൾ വരെ പൊതുവെ ഇങ്ങനെ കോഴി കൊന്ന് നന്നാക്കാൻ അറിയുമോ എനിക്കറിയില്ല കേട്ടോ. അപ്പം എനിക്ക് മൂത്ത ചേട്ടായിയുണ്ട്, ചേട്ടായിയൊക്കെ ഇറച്ചി മേടിക്കാൻ വന്നതാണ്. അപ്പോൾ ചേട്ടായി ആണെങ്കിൽ പോലും അങ്ങനെ കൊല്ലും. പക്ഷെ ഈ നാടൻ കോഴീനെ നന്നാക്കണ പോലെ ഇത് ഞങ്ങളതൊക്കെ പപ്പ് കുറയ്ക്കുമല്ലേ ചെയ്യണം നാടൻ കോഴിയുടെയൊക്കെ. അപ്പോൾ ഇതൊന്നും ചേട്ടായിക്ക് പോലും അറിയില്ല. അപ്പോൾ എന്നോട് പറയും പെണ്ണെ അത് നന്നാക്കി തരാൻ പറയും. അങ്ങനെ അത്രേ ഉള്ളൂ സംഭവം. ഇതിനെക്കുറിച്ച് ഇതെങ്ങനെയാണെന്നൊക്കെ ഒന്ന് കറക്റ്റായിട്ട് പറയുക. ഇങ്ങനെ ഞാൻ നന്നാക്കിയ പോലെയാണോ നന്നാക്കണേ, മുറുക്കണേ, പിന്നെ എന്നാ നന്നാക്കണം. ഇങ്ങനെ ചില ആൾക്കാർ ഇങ്ങനെ വട്ടത്തിലല്ല മുറിക്കണത്, നീട്ടത്തിൽ തന്നെ കീറി എന്തോ അല്ലേ, അങ്ങനെ കണ്ടല്ലേ. നിങ്ങൾക്ക് കൊണ്ടേ കിടക്കാമോ? ഒന്നും ആയിക്കോട്ടെ. എന്നാൽ ഇതൊക്കെ ഇങ്ങനെ അഭിപ്രായങ്ങളൊക്കെ പറയണേ കമൻറ്റ്.